സുഹാൻ സാറേ, കേജ്രിവാളിൻ്റെ കസ്റ്റഡി 7-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്, അടുത്ത മാസം. അതായത് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കേജ്രിവാളിൻ്റെ അസാന്നിധ്യത്തിലാണ് കുറച്ച് കാലം കൂടി മുന്നോട്ട് പോകുന്നത്. എന്താകും സ്ഥിതി? ആം ആദ്മിക്കൊരു നേതാവിൻ്റെ അഭാവമുണ്ട്, എന്താകും? തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ചെയർമാൻ, ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടണം. തിരഞ്ഞെടുപ്പിൽ നേതാക്കൾ ജയിലിൽ പോകുന്നത്, തിരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ പോകുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. 1962 ചൈന വാറിന് ശേഷം കേരളത്തിൽ 67 നടന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ നേതാക്കൾ മിക്കവരും ജയിലിൽ കിടന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രത്യേകിച്ചും ജയിലിൽ കിടന്ന നേതാക്കളുടെ മക്കൾ ഇറങ്ങി വോട്ട് പിടിക്കുന്നത് അക്കാലത്ത് വലിയ ഒരു സെൻസേഷണൽ വാർത്തയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് സമ്പത്ത് എന്ന സ്കൂൾ വിദ്യാർത്ഥി അയാളുടെ അനിയത്തിയുമായിട്ട് ആറ്റിക്കൽ മണ്ഡലത്തിൽ ഓർമ്മയുണ്ട് അനിരുദ്ധന് വേണ്ടി, അവരുടെ പിതാവിന് വേണ്ടി വോട്ട് പിടിക്കുന്നത്. അത് ഭയങ്കര സെൻസേഷനായി. ആ ഒറ്റ കാരണം കൊണ്ട് അതേപ്പറ്റിയുള്ള റിപ്പോർട്ട് കേരളമതി ആയിരുന്നു വന്ന് അത് ഫ്രണ്ട് പേജിൽ റിപ്പോർട്ടാക്കിയത്. ആ ഒറ്റ കാരണം കൊണ്ട് അനിരുദ്ധൻ നിയമസഭയിലെത്തി. അപ്പോൾ അത് പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ ശക്തനാകുമോ തടവറയിൽ കിടക്കുന്ന കെജ്രിവാൾ എന്ന് കണ്ടറിയണം. പക്ഷെ കാലം മാറി. ഇന്ന് 21-ാം നൂറ്റാണ്ട് അതിദ്രുതം മാറുന്ന ലോകഗതിയും രാഷ്ട്രീയവും. അതിനിടയിൽ ജയിലിൽ കിടന്ന ഒരാളിന് എത്രമാത്രം തൻ്റെ പാർട്ടിക്ക് ആളെ കൂട്ടി കൊടുക്കാൻ പറ്റും എന്നത് കണ്ടറിയേണ്ടതാണ്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അതൊരു വലിയ ആശയവും ഒക്കെ ആണെന്നിരിക്കട്ടെ, ഇവിടെ ഒരൊറ്റ ആളിലാണ് ഈ ആം ആദ്മി പാർട്ടി മുഴുവൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരൊറ്റ ആളാണ്. ആ ഒരു ക്രൗഡ് പുള്ളറാണിപ്പോൾ അകത്ത് നടക്കുന്നത്. അപ്പോൾ ആ ഒരാളിൻ്റെ അസാന്നിധ്യം എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അതിനകത്ത് ഒരു കൗതുകകരമായ വസ്തുതയുള്ളത്, 2013-ലാണ് ഈ ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നത്. അത് അണ്ണാ ഹസാരെയുടെ സത്യാഗ്രഹ പന്തലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അഴിമതിക്കെതിരെ ചൂലെടുത്ത പാർട്ടിയാണ്. അഴിമതി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യാധിയായി പടർന്നിരുന്നു. പ്രത്യേകിച്ചും മൻമോഹൻ സിംഗിൻ്റെ 2ാം വേളയിൽ, UPA സർക്കാരിൻ്റെ 2ാം വേളയിൽ അത് ഒരുപാട് അഴിമതി, 2G അഴിമതി തുടങ്ങി ഒരുപാട് അഴിമതി, പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി തുടങ്ങി കോൾഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. അടിക്കടി, അതും ചെറിയ എമൗണ്ടിൻ്റെ ഒന്നുമല്ല, തൗസൻഡ്സ് ഓഫ് ക്രോസ് സ്കാമായിരുന്നു പലരും കേട്ടത്. അങ്ങനെ ജനങ്ങൾ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ, അവരുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ഭരണത്തിലെ അഴിമതിയൊക്കെ കൊണ്ട് ആകെ മടുത്ത ഒരു സമയത്താണ് ഈ അഴിമതി നടത്തി നേതൃത്വം കൊടുക്കുന്ന അധികാരത്തിലിരിക്കുന്നവരെയൊക്കെ ഒഴിവാക്കുന്ന നിയമം കൊണ്ടുവരുന്നതിനെതിരെയാണല്ലോ അണ്ണാ ഹസാരെ രംഗത്ത് വന്നത്. ആ സ്റ്റേജിൽ RTA ഉപയോഗിച്ച് ജനങ്ങളെ സഹായിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ IRSന്ന് റിട്ടയർ ചെയ്ത് വന്ന, രാജിവെച്ച് വന്ന അരവിന്ദ് കെജ്രിവാൾ ശ്രദ്ധേയനാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അണ്ണാ ഹസാരെ അദ്ദേഹത്തോട് ഉപദേശിച്ചു, നിങ്ങൾ എന്നെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത്, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് അനുകൂലിക്കുന്നില്ല, അതിന് പിന്തുണയുമില്ല, അതിന് മോറൽ സപ്പോർട്ടും ഇല്ല. അയാൾ വാക്ക് കൊടുക്കുകയും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹവേദിയെ ഒരു രാഷ്ട്രീയ മത്സരവേദിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. LK അദ്വാനി ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇറക്കി വിട്ടു സ്റ്റേജിൽ നിന്ന്. ആ തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അണ്ണാ ഹസാരെയെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ 2013 തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് കോമൺമാൻസ് പാർട്ടി, ആം ആദ്മി പാർട്ടി, അതിൻ്റെ സിമ്പല്, അതിൻ്റെ ചിഹ്നവുമൊക്കെ ചൂലുമായിട്ട് അത് ഭംഗിയായിട്ട് ഇന്ത്യൻ യുവാക്കളെ ആകർഷിച്ചു. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വലിയ ഒരു സപ്പോർട്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ലഭിച്ചു. സമയോചിതമായ ചാടി വീഴാൻ ഇയാൾക്ക് കഴിഞ്ഞ ആ സമയം അയാളൊരു തന്ത്രശാലിയാണ്. പക്ഷേ ഇയാളുടെ പിന്നിൽ ഇങ്ങനെ ആൾ കൂടുന്നത് കണ്ടപ്പോൾ ഇന്ത്യ വിരുദ്ധരായ പാശ്ചാത്യ ശക്തികൾക്ക് ഇയാളിലൊരു കൗതുകം തോന്നി. സ്വാഭാവികമായൊരു ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടികളെയൊക്കെ നേരിടാൻ, ഇല്ലെങ്കിൽ അവരെ ബൈപ്പാസ് ചെയ്യാൻ, അവരെ ആക്രമിക്കാൻ തക്കം പാത്തിരിക്കുന്ന ആളുകൾക്ക് ഇയാളൊരു ആയുധമായിത്തീരും, വേഗം ഇയാളെ വശത്താക്കാം എന്ന് പുറത്തുള്ളവർ കണ്ടു. അതിൽ ഇയാൾ വീണുപോയി. വീണതാണോ വഴങ്ങിയതാണുള്ള സാധ്യത അറിഞ്ഞുകൊണ്ട് വഴങ്ങിയത്. അയാൾ അത്ര മണ്ടനൊന്നും. അപ്പോൾ ഹരിയാനയിൽ നിന്ന് വന്ന ഈ ഒരു ചെറിയ മനുഷ്യൻ, നമ്മൾ
വിചാരിച്ചതിനേക്കാൾ വലിയ വ്യാപ്തി അയാൾ ലോക രാഷ്ട്രീയത്തിൽ പല സ്ഥലത്തും നേടിയെടുത്തു. അപ്പോൾ ഇയാളെ അഴിമതി വിരുദ്ധ പാർട്ടിയുടെ ചാമ്പ്യനായി വന്ന ഇന്ത്യൻ സാധാരണക്കാരൻ്റെ ആവേശമായി മാറിയ ഒരു മനുഷ്യൻ അധികാരത്തിൽ വന്നപ്പോൾ പരമാധികാരം പരമമായി ദൂഷിപ്പിക്കും എന്ന ചൊല്ലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം എല്ലാവരേക്കാളും വലിയ അഴിമതിക്കാരനായി. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ എങ്ങനെ വിശ്വസിക്കുമെന്ന തരത്തിലായി. ഇദ്ദേഹം ഹൈദരാബാദിലുള്ള നേതാക്കളും ചില ഇടനിലക്കാരുമായി ചേർന്ന് മദ്യം വ്യാപാരത്തിൽ വ്യാപാരികൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ ഗവൺമെൻറ് തീരുമാനമെടുക്കുക വഴി അതിൽ നിന്ന് വലിയ തുക കൈക്കൂലി വാങ്ങി എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചാർജ്. അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയെ, ഈ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയെ 1 വർഷത്തോളമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. പിന്നാലെ ഇദ്ദേഹത്തിന് 9 സമൻസ് അയച്ചു പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഈ 9 സമൻസിനെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ കുറ്റാന്വേഷണ നിയമങ്ങളും നികുതി നിയമങ്ങളും ഒക്കെ ഡൽഹി ഒരു യൂണിയൻ ടെറിട്ടറിയുടെ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. ആ ഒരു സ്റ്റേറ്റിലെ ഭരണാധികാരി വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും അദ്ദേഹം മാനിക്കുന്നില്ല. ഭരണഘടനയെ അംഗീകരിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത് അടിക്കടി പറയുകയും അതിൻ പ്രകാരം സ്ഥാപിതമായ ഒരു ഏജൻസിക്ക് മുന്നിൽ വഴങ്ങാതിരിക്കുകയും ചെയ്യുക വളരെ വിരോധാഭാസമാണ്. അതെ, 9 തവണ സമൻസ് അയച്ചിട്ട് വരാത്ത ഒരാളിനോട് പിന്നീട് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ത് സമീപനം എടുക്കും? തീർച്ചയായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യും. നമ്മുടെ ഇവിടെ ഒരാളെ പിന്നെ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അതെ അതെ, കോടതി തൽക്കാലം അത് കോടതി കൊടുത്ത ഒരു ആശ്വാസം. ഇദ്ദേഹത്തിന് ആ കോടതി പരിരക്ഷയും കിട്ടിയില്ല. നിങ്ങൾ ആ കോടതിയിൽ അയാൾ പോകാതിരുന്നതല്ലല്ലോ. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചാർജ് കോടതിയിൽ വന്നു. ഇയാളുടെ ബെയിലപേക്ഷകളെല്ലാം ഓരോ സ്റ്റെപ്പ് കോടതിയും തള്ളിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി നീട്ടി പോവുകയാണ്. അദ്ദേഹം ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഏതാണ്ട് ഇത് സാധാരണ ജനങ്ങൾ പോലും ഇത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്ന് ഊഹിച്ചിരുന്നു. അതെ അതെ, ഇതാണ് അതിൻ്റെ വഴി. പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക അവകാശത്തിന് നിയമത്തിലൊന്നും പിന്നെ യാതൊരു ക്ലോസുമില്ല. എന്നിരിക്കെ ഇദ്ദേഹം ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാൻ മടിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒരു തറവേലയാണ് അദ്ദേഹം ജയിലിൽ കിടന്ന് കാണിക്കുന്നത്. എങ്ങനെ കുറുക്കു മാർഗത്തിലൂടെ വെളിച്ചത്ത് വരാം. അപ്പോൾ കെജ്രിവാളിന് പിന്നെ ജയിലിൽ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തിന് കോടതി അനുവദിച്ച ചില അവകാശങ്ങൾ ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എല്ലാ ദിവസവും കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഭക്ഷണം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നു. പക്ഷേ ഈ സൗകര്യം അദ്ദേഹം ഉപയോഗിച്ച് അദ്ദേഹം പുറത്തു വരാനുള്ള കുറുക്കുവഴി തേടുകയായിരുന്നു എന്ന് കോടതിക്ക് ഇപ്പോൾ ബോധ്യമായി. ഡോക്ടറുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് ഇന്നലെ കോടതി അനുവദിച്ചില്ല. ഇല്ല. അപ്പോൾ വീഡിയോ കോൺഫറൻസിലൂടെ ഡോക്ടർമാരോട് ചികിത്സ തേടുന്ന എന്തിനാ? അദ്ദേഹത്തിന് ജയിലിൽ ആവശ്യമുള്ള ഡോക്ടറുടെ നേരിട്ടുള്ള സഹായം കിട്ടും. അത് നിഷേധിച്ചിട്ടുമില്ല. അതൊരു പിന്നെ തടവ് പുള്ളിക്കൊന്നും നിഷേധിച്ചിട്ടില്ല. ഇന്ത്യയിലൊക്കെ ആവശ്യമുള്ള വൈദ്യസഹായം കിട്ടുന്ന സൗകര്യമുണ്ട്. പ്രത്യേകിച്ചും തിഹാർ ജയിൽ പോലെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു തടവ് ശാല. അപ്പം കേജ്രിവാളിൻ്റെ ആവശ്യം ഇതല്ല. ഇതിനെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുക. ഇതിനെ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് ഒരു കലാപം കൊണ്ടുവരാൻ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹം ഇന്ത്യ ബ്ലോക്കിലെ ഒരു ഘടകകക്ഷിയാണ്. പക്ഷേ ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പല നയങ്ങളോട് ഇദ്ദേഹത്തിന് യോജിപ്പില്ല. പ്രത്യേകിച്ചും ഇന്ത്യൻ പൗരത്വ നിയമത്തെ ഇദ്ദേഹം പിന്തുണച്ചു. അതേസമയത്ത് ഇന്ത്യ ബ്ലോക്കിലാണ് അദ്ദേഹം. അപ്പോൾ ഈ ഇന്ത്യ ബ്ലോക്കിന് ഭരണം കിട്ടിയാൽ അദ്ദേഹം അതിൻ്റെ ഭാഗത്താകും, തോറ്റാൽ അദ്ദേഹം എവിടെയാകും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ സ്ഥിരതയില്ല. അത് ഒരൊറ്റയാൻ പൊളിറ്റിക്സിൻ്റെ ആളാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല പ്രവർത്തിക്കുന്നത്. അഴിമതിയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ വാചകമടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണുന്നില്ല. അപ്പോൾ 2013 പാർട്ടി 11 കൊല്ലം, ഒരു ദശാബ്ദം പിന്നിട്ടപ്പോൾ അതും ഒരു അഴിമതി പാർട്ടിയായി മാറി എന്നതാണ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ പരീക്ഷണം ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. പെട്ടെന്നുള്ള വളർച്ചയും അതിൻ്റെ പതനവും പെട്ടെന്ന് കാണുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഇലക്ഷനിൽ കെജ്രിവാൾ ഇല്ല. കെജ്രിവാൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉജ്ജ്വല പ്രഭാഷകനും നല്ല ക്രൗഡ് പുള്ളറും ഒക്കെയാണ്. മോഡിയെ വിമർശിക്കാനൊരു പറ്റിയ പിന്നെ ശബ്ദമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് നല്ല കേൾവിക്കാരുണ്ട്, പ്രത്യേകിച്ചും ഹിന്ദി ബെൽറ്റിൽ ചില സ്റ്റേറ്റുകളിലെങ്കിലും. പക്ഷേ ആ സൗകര്യം ഇപ്പോൾ അദ്ദേഹം സ്വയം കളഞ്ഞു.
അദ്ദേഹം സ്വയം കളഞ്ഞു വിളിച്ചതാണ്. അതേസമയം അദ്ദേഹം ആ സമൻസ് സ്വീകരിച്ച് പോയിരുന്നെങ്കിലോ എന്ന ചോദ്യം ഇത്രയ്ക്ക് വരില്ല എന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത്ര വലുതാണ്.